ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബിഗ് ബോസിനെ വരെ കരയിപ്പിച്ച ഒരു എപ്പിസോഡാണ്. ശരിക്കും ലൈവ് കണ്ടവര് ഉറപ്പായിട്ടും കരയും. പക്ഷേ എപ്പിസോഡ് വരുമ്പം അത്രയും കരച്ചിലൊന്നും ഉണ്ടാവത്തില്ല. കാരണം അത്രയ്ക്കൊന്നും കാണിക്കാൻ ചാൻസ് ഇല്ല. ഈ കരച്ചിൽ ഒരു കരച്ചിൽ കാർഡാണെന്ന് പറയാൻ കഴിയില്ല. കാരണം സത്യമായിട്ടും ഒരു അങ്ങേയറ്റം ക്രൂവൽ ആയിട്ടുള്ളൊരു സീൻ നടന്നു. അതിനുശേഷമുള്ള ഒരു കരച്ചിലാണ്. പിന്നെ ഓൾറെഡി നമ്മൾ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നൊക്കെ പറയത്തില്ലേ, അനുമോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിടുക്കുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുള്ള ഒരു ക്ലെവർ മൈൻഡ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ കരച്ചിൽ കാർഡ് എന്ന വേർഡ് വന്നതിന് ശേഷം അനുമോളെ എല്ലാണവും കൂടിയിട്ട് കരയിപ്പിച്ച് ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അതുകൊണ്ട് ഗുണമുണ്ടായത് അനുമോൾക്ക് മാത്രമാണ്. അവിടെ ബാക്കിയുള്ള പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരാൾക്കാരൊക്കെ ഉണ്ടല്ലോ, എസ്പെഷ്യലി റെന, ആര്യൻ, ഇവരൊക്കെ കരുതി വെച്ചിരിക്കുന്നത് ഇവർക്ക് അവിടെ ഭയങ്കര സ്റ്റാർ വാല്യൂ ഉണ്ടെന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അനുമോൾ ഇപ്പോൾ കിടുവാണ്. ഇനി ലൈവിൽ നടന്ന സംഭവം പറയാം. അവരുടെ രണ്ടാമത്തെ ഒരു പണിപ്പുര ടാസ്ക് നടക്കുന്നുണ്ട്. അതായത് 3 റൗണ്ടായിട്ട് പണിപ്പുര ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ജിസേലിനും നെവിനും മാത്രമേ അതിനകത്ത് കയറാൻ കഴിയുകയുള്ളൂ. അവർക്ക് സാധനങ്ങൾ എന്തും എടുക്കാം, പ്രത്യേകിച്ച് പോയിന്റുകളൊന്നും നോക്കില്ല. 20 സെക്കൻഡുകളാണ് സമയം. അപ്പോൾ ആദ്യത്തെ പണിപ്പുര ടാസ്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ പണിപ്പുര ടാസ്ക് വരുമ്പോഴത്തേക്കും ഒരു മറ്റൊരു അറിയിപ്പ് പറയുന്നത്, ബിഗ് ബോസ് പറയുന്നതെന്ന് വെച്ചാൽ നെവിന്റെ സ്വന്തം സാധനങ്ങളൊക്കെ എടുക്കാം, അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഇല്ല. ജിസേലിന്റെ സാധനങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല, എടുക്കാൻ പാടില്ല, എടുക്കാനില്ല. പക്ഷേ അതേപോലെ തന്നെ ജിസേലിന് മറ്റൊരാളുടെ സാധനവും എടുത്തു കൊടുക്കാൻ സാധിക്കില്ല. മൊത്തത്തിൽ ഫുഡ് ഐറ്റംസ് എന്ത് വേണമെങ്കിലും എടുക്കാം, നോ റെസ്ട്രിക്ഷൻസ്. വിതിൻ 20 സെക്കൻഡ്സ് അവരെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു ഗെയിം കഴിഞ്ഞു. എല്ലാവരും എല്ലാം എടുത്തുകൊണ്ട് വന്നു. ജിസേലിന്റെ കയ്യിൽ അനുമോളിന്റെ എന്തോ ഒരു പാക്കറ്റ് കിട്ടിയായിരുന്നു. അത് ജിസേല് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം പണിപ്പുരയുടെ ആ ഒരു ഡോറ് തുറന്ന് അത് വലിച്ച് അകത്തോട്ട് എറിയുന്നുണ്ട്. അതിനുശേഷം ഒരു ബാഗ് പോലത്തെ എന്തോ ഒരു സംഭവം പുറത്തുനിന്ന് വീണ്ടും ജിസേൽ അത് എടുത്ത് അകത്തിടാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴത്തേക്കും ആ ഒരു പണിപ്പുരയുടെ ഡോറ് ലോക്കായി പോയി. അപ്പം നെവിനും എല്ലാവരും അത് കണ്ടു. നെവിൻ പെട്ടെന്ന് വന്നിട്ട് അത് ആരുടെയാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അനുമോൾ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അപ്പൊ ജിസേലിന്റെ ഒരു വൃത്തികേട്ട വാളിച്ച ചിരി ഉണ്ടായിരുന്നു. അപ്പൊ ആ ചിരിയും ചിരിച്ചോണ്ട് ജിസേൽ ഭയങ്കര സ്മാർട്ടായിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ചിരിച്ചോണ്ട്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞ ഇത് അനുഭവിക്കുന്ന ഒരു വ്യക്തി കരയണോ ചിരിക്കണോ? അപ്പൊ അനുമോളുടേതാണ് അത് എടുത്ത് എറിഞ്ഞതെന്ന് മനസ്സിലായപ്പോഴത്തേക്കും അനുമോൾക്ക് അത് ഭയങ്കര വിഷമമായി. ഓൾറെഡി അനുമോള് നൂറയെടുത്തും ബാദ്രയെടുത്തും ഒക്കെ പറയുന്നുണ്ട്, നമുക്കതൊന്നും കയറാൻ പോലും പറ്റുന്നില്ലല്ലോ, നമ്മളെന്താ അവരാരും സെലക്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ നൂറ അതിലേക്ക് പറയുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളതല്ലേ കൊടുക്കത്തുള്ളൂ, അതെന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ നൂറ അതിലെയൊക്കെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ നിമിഷം കരയണം എന്ന് അനുമോൾക്കുണ്ട്. പക്ഷെ അനുമോൾ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ വെയിലാണല്ലോ. അപ്പൊ ആ ഒരു വിങ് ഉണ്ടല്ലോ, വിങ് ഒക്കെ എടുത്ത് ഇങ്ങനെ മൂടി വെച്ചിട്ട് ആ പണിപ്പുരയുടെ ആ ഒരു ഗ്ലാസ് അതുവഴി, ആ ഗ്ലാസ് വിൻഡോ അതുവഴി കണ്ണിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക്, പണിപ്പുരയുടെ അകത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട്, സത്യം പറഞ്ഞാൽ അതിനകത്തോട്ട് നോക്കുന്നുണ്ടെങ്കിലും അനുമോൾ ഒന്നും കാണുന്ന കൂടി കാണത്തില്ല. കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. കരഞ്ഞോണ്ട് കുറേ നേരം അങ്ങനെ നിന്നിട്ട് ജിസേലും നെവിനും എല്ലാവരും അവിടുന്ന് പോയതിന് ശേഷം നമ്മുടെ അനുമോള് കരഞ്ഞ് അതിന് ശേഷം അങ്ങ് ബാത്റൂം സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഷാനവാസ് നിൽപ്പുണ്ട്. കരഞ്ഞ അവസാനം മുഖമൊക്കെ കഴുകി അങ്ങനെ നിൽക്കുമ്പോൾ അനുമോളെ ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. അനുമോൾ, കൺഫെഷൻ റൂമിലേക്ക് വരൂ. അപ്പോൾ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഓടി, എന്തോ ആരോ കാണാൻ വന്ന പോലെ അനുമോൾ ഇങ്ങനെ ഓടി കൺഫെഷൻ റൂമിലേക്ക് കയറുകയാണ്. അപ്പം അതൊരു ഭയങ്കര സന്തോഷമാണ്. അതാർക്കാണെങ്കിലും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്ന ഒരു മൊമെന്റ് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ. ബിഗ് ബോസ് അങ്ങനെ വിളിച്ചിരുത്തിയിട്ട് എന്ത് സങ്കടമാണെങ്കിലും ഇവിടെ മനസ്സ് തുറക്കാം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഓൾവേസ് ബിഗ് ബോസ് അങ്ങനെയാണ് എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത്. അത് അനുമോളിനെ മാത്രം ഒന്നും പറയുന്നില്ല. അപ്പൊ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിൽക്കുന്നത് കുറച്ചു പേർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. ആർക്കും ഇഷ്ടമല്ല. അവിടെ നിൽക്കുന്ന ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും നിർത്താൻ ഇഷ്ടപ്പെടുന്നില്ല അനുമോളെ. ഇനി ബിഗ് ബോസ് തിരിച്ചു പറയുന്നത്, ഇതൊക്കെ നോക്കിയാണോ ഇവിടെ കളിക്കാൻ വന്നത്? അനുമോൾക്കൊരു ഫോക്കസ് ഇല്ലേ? അനുമോൾക്കൊരു ഗെയിം ഒന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അനുമോളുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ശരിക്കും അനുമോളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് ജിസേലൊന്നും ആയിരിക്കത്തില്ല, ശൈത്യയാണെന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ അനുമോളുടെ ഒരു മറുപടി ഇങ്ങനെയാണ്, സ്നേഹിച്ചവർ തന്നെ വേദനിപ്പിച്ച് ഒറ്റപ്പെടുത്തി, അപ്പോൾ എനിക്ക് അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഒരു 10 സെക്കൻഡത്തേക്കെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും ശബ്ദം ഒന്ന് വിളിച്ചു തരുമോ എന്നൊക്കെ കിടന്ന് അനുമോള് ചോദിക്കുകയാണ്. അപ്പം ബിഗ് ബോസ് മിടുക്കനാണ്. ബിഗ് ബോസ് അന്നേരം വിഷമം വരുന്നത് കരയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ബിഗ് ബോസ്. കാരണം കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ്. അപ്പം ബിഗ് ബോസ് ധൈര്യത്തോടെ നേരിട്ട് അങ്ങ് ചോദിക്കുക, അനുമോളെ ആരാ വിഷമിപ്പിച്ചേ, സത്യം പറ എന്നും പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ. അതുവരെ എനിക്ക് കരച്ചിൽ വന്നു കേട്ടോ. സത്യമായിട്ട് ഞാൻ തന്നെ ആലോചിച്ചു, സത്യം
നിങ്ങളൊക്കെ ചിന്തിക്കും ഈ കരയുന്നത് ഒരു കരച്ചിൽ കാർഡാണെന്ന്. എനിക്കും കഴിഞ്ഞ സീസണിലൊക്കെ പലരും കരയുമ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അനുമോള് കരഞ്ഞത് ഒരു കരച്ചിൽ കാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം സ്റ്റാർ മാജിക്കിലുള്ള അല്ലെങ്കിൽ പല വീഡിയോസിലും അനുമോളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഫണ്ണി വീഡിയോ പറയുകയാണെങ്കിൽ ഈ മീനിന്റെ ഒക്കെ മുള്ളുണ്ടല്ലോ, അത് അവർ ഒരു വ്ളോഗിനകത്ത് കാണിക്കുന്നുണ്ട്. ആ മീനിന്റെ മുള്ളുൾപ്പെടെ ഞാൻ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടിരുന്ന് കഴിക്കുന്ന ഒരു അനുമോളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇങ്ങനെ ഒരുപാട് കരയുന്ന ആൾക്കാർ ഭയങ്കര വീക്കാണെന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. ഇമോഷൻസ് വളരെ ഓപ്പൺ ആയിട്ട് കരഞ്ഞു തീർക്കാൻ പറ്റുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ കരച്ചിലൊക്കെ ഒരുപാടുള്ള ചില ആൾക്കാർ. അതിൽ പെടുന്ന ആളാണ് അനുമോളെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ കരച്ചിൽ ചിലർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാമിലി ഇഷ്യൂവോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസോ ഉണ്ടെങ്കിലും അവർ എന്തെങ്കിലും ഒരു പുറത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ഒന്നിച്ചോർത്ത് കളയും. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് കണ്ണുനീരൊക്കെ വരും, വിഷമമൊക്കെ വരും. പക്ഷേ ഇതൊരു കരച്ചിൽക്കാരനായിട്ടോ ഇതൊരു വീക്ക് ഗെയിമറായിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബിഗ് ബോസ് ഒരു കാരണവശാലും ഇങ്ങനെ വീക്കാണെന്ന് കണ്ടിട്ടൊന്നും അല്ല. അല്ലെങ്കിൽ ബിഗ് ബോസ് ഈ സെലക്ട് ചെയ്ത ആൾക്കാരുടെ സ്വഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കേ. നെവിൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ജിസേൽ ഭയങ്കര സ്പെഷ്യൽ ക്യാരക്ടറാണ്. അതുപോലെ ഷാനവാസ് ആയിക്കോട്ടെ, ആദില, നൂറ, അതേപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി. കഴിഞ്ഞ സീസണിൽ നിങ്ങൾ ലക്ഷ്മി പ്രിയനെയൊക്കെ ഓർക്കുന്നില്ലേ? ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. കരച്ചിലിന്റെ കൂടെ ചീത്തവിളിയും ബഹളവും, പിന്നെ അതിന്റെ കൂടെ കുറേ പ്രശ്നങ്ങളുണ്ട്. സൂര്യ പേര് ഞാൻ ഫുൾ നെയിം മറന്നുപോയി. ബിഗ് ബോസ് സീസൺ 3 ഒരു സൂര്യ ഉണ്ടായിരുന്നു. നമ്മൾ അനുമോളെ വെച്ചിട്ട് അനുമോളയല്ല ശൈത്യയെ വെച്ചിട്ട് ഒരു ദിവസം ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സൂര്യയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. സൂര്യക്ക് പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഞാൻ പറയുന്നില്ല. സംഭവം ഇതൊരു ഗെയിമായിട്ട്, അല്ലെങ്കിൽ മീൻസ് ഒരു കരച്ചിൽ ഒരു സ്ട്രാറ്റജി ആയിട്ടോ ഗെയിം ആയിട്ടോ എനിക്ക് തോന്നുന്നേ ഇല്ല. അവിടെ ഉള്ള ഒരു നല്ലൊരു ഗെയിമർ ആക്കി അനുമോളെ മാറ്റിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അനുമോൾ അന്നേരം പിന്നെ ബിഗ് ബോസിനോട് പറയുകയാണ്, ബിഗ് ബോസെ ഞാൻ ആരോടും പറയത്തില്ല, എൻ്റെ അച്ഛനെയും അമ്മേനെയും ഒന്ന് സംസാരിപ്പിക്കാൻ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് കെഞ്ചുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിന് അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ഇല്ല. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ ഒരുപാട് എതിരാളികൾ ഉണ്ടാകും. 100 ദിവസം ഈ പറയുന്നതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ ഇറങ്ങുമ്പോൾ അത് ഒരാൾ മാത്രമേ അവശേഷിക്കൂ. അങ്ങനെ ആകാൻ അനുമോൾക്ക് താല്പര്യമില്ലേ എന്നൊക്കെ പറഞ്ഞൊരു മോട്ടിവേഷൻ, ഒന്നുകൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. സംഭവം എന്ന് വെച്ചാൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇപ്പം അനുമോളെ മാത്രം മോട്ടിവേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. രേണുസുതിയോടും ഇതേ കണക്കൊരു മോട്ടിവേഷൻ ബിഗ് ബോസ് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എനിക്കിത് അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അനുമോളെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്തില്ലെങ്കിലും ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് അനുമോള്. മറ്റേ ശൈത്യ ഉൾപ്പെടെ ഇപ്പം മിണ്ടുന്നില്ല. ആദിലയും നൂറയും മാത്രമാണ് കുറച്ചെങ്കിലും അനുമോളെ ഇന്നൊന്ന് കേട്ടത്. ബാക്കി എല്ലാവരും വളരെ മോശമായ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തി എവിടെ നിന്ന് വേണമെങ്കിലും, അക്ബറൊക്കെ ആണെങ്കിൽ എപ്പോഴും പാട്ട് പാടി കളിയാക്കുന്നു. ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ജിസേൽ ആ ഒരു പണിപ്പുര ടാസ്കിൽ കാണിച്ചത് വളരെ മോശമായി പോയി. അങ്ങനെ എടുത്ത് എറിയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അനുമോളുടെ സാധനമാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ബിഗ് ബോസ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് നമ്മളൊരു വീട്ടിൽ നിൽക്കണം, 1-2 മാസത്തോളം നിൽക്കണം. ഒരാൾ സ്ഥിരമായിട്ട് അനുമോളെ നിന്നെ ഇവിടുന്ന് എവിക്റ്റ് ചെയ്യണം, നീ ഇവിടുന്ന് പോകണം, നീ പോയാലേ ഞാൻ പോത്തോളൂ, അല്ലെങ്കിൽ ഞാൻ പോകുന്നതിന് മുന്നേ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും, ഇങ്ങനെയൊക്കെ സ്ഥിരം കേട്ടോണ്ടിരിക്കേണ്ട അവസ്ഥയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത് നെവിനെ കുറിച്ചാണ്. തൊട്ട് മുമ്പ് ഞാൻ നെവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക, അപ്പോൾ മനസ്സിലാവും. നെവിനും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. റെന ഫാത്തിമ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ അനുമോളുടെ PR ആണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ലൈവിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.